ഇത്തരത്തിൽ ഏതെങ്കിലും പരാതി CPM-ൽ ഉയർന്നു വന്നപ്പോഴെല്ലാം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംഘടനയിൽ ഒരു നടപടി എന്ന് പറഞ്ഞാൽ അത് ആജീവനാന്ത നടപടിയല്ല, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തിരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തെറ്റ് തിരുത്തി വന്നപ്പോൾ പല രൂപത്തിൽ അവർ സംഘടനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകാം. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ശ്രീകുമാർ മാത്രമല്ല, നേരത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് ഇതിനേക്കാൾ മാതൃകാപരമായ ഒരു നടപടി എടുക്കാനില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടി, ആ പരാതി ഞങ്ങൾ മാതൃകാപരമായി പോലീസിന് കൈമാറി. CPM പരാതി കിട്ടിയാൽ അങ്ങനെ അല്ല ചെയ്യാറ്, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ പരാതി കിട്ടിയപ്പോൾ പോലീസിന് കൈമാറി. ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. അല്ല, അതിൽ അങ്ങ് തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചല്ലോ. അപ്പോൾ ശ്രീകുമാർ അതിൽ നിന്ന് തെന്നി മാറി. എന്നാണ് KPCCക്ക് ഈ പരാതികൾ കിട്ടിത്തുടങ്ങിയത്? എത്ര പരാതി കിട്ടി? എത്ര പരാതിയിൽ KPCC അന്വേഷണം ആരംഭിച്ചു? എത്ര പരാതി പോലീസിന് കൈമാറി എന്ന ചോദ്യമാണ് ഇന്ന് പൊതുസമൂഹത്തിലുള്ളത്. ഇന്ന് 3 മണിക്കാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഇന്ന് വലിയ വാർത്തയായി മാധ്യമങ്ങളിൽ വന്നു. ഏതായാലും 3 മണിക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ഈ പരാതി പോലീസിന് കൈമാറി, DGPക്ക് കൈമാറി എന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നല്ലോ. ഇതിനു മുമ്പ് എത്രയോ പരാതികൾ കിട്ടി. അവിടെയാണ് ചോദ്യം. ധാരാളം പരാതി കിട്ടി എന്ന് പറഞ്ഞത് മറ്റു മാധ്യമങ്ങളല്ലല്ലോ, ശ്രീ രമേശ് ചെന്നിത്തല തന്നെയല്ലേ പറഞ്ഞത്? ശ്രീ VD സതീശൻ എന്താ പറഞ്ഞത്? ഇവിടെ നടപടിയെടുക്കാൻ കൃത്യമായി ആധികാരികമായിട്ടുള്ള നിരവധി പരാതികൾ ഉണ്ട്, ഞങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്ന് അദ്ദേഹം വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് UDFന്റെ കൺവീനർ എന്താ പറഞ്ഞത്? ഇത് ഇലക്ഷൻ സമയത്തുള്ള കെണിയാണെന്നാ പറഞ്ഞത്. ഇലക്ഷൻ സമയത്തുള്ള കെണിയാണ് ചില പരാതികൾ എന്നാണ് പറഞ്ഞത്. ശ്രീ K സുധാകരൻ എന്താ പറഞ്ഞത്? നല്ല പയ്യനാണ്, ഇത്രയും നല്ല വെടുപ്പുള്ള പയ്യൻ വേറെ ഇല്ല, പൊന്നാങ്കട്ടിയാണ്, ഈ 24 കാരറ്റാണ്, അതേപോലെ തന്നെ എല്ലാ പരാതിയും ഞാൻ പരിശോധിച്ചു, അതിലൊന്നും കഴമ്പില്ല, രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചെറുപ്പക്കാരനല്ല എന്ന് പറഞ്ഞത് ഇതേ K സുധാകരനല്ലേ? അതായത് എല്ലാ തരത്തിൽ അംഗീകാരവും ആശീർവാദവും പ്രോത്സാഹനവും കൊടുക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. എന്നിട്ട് പറയാ ഞങ്ങൾ പോലീസിലേക്ക് കൈമാറി. എല്ലാം കഴിഞ്ഞപ്പോ ഇത്രയും ഗൗരവമായിട്ടുള്ള പരാതി ഞാനും വായിച്ചു, അങ്ങും വായിച്ചില്ലേ ഒരു വാചകം? സ്ത്രീകളും കുട്ടികളും ഉള്ളിടത്തേക്ക് ഇയാളെ വിടരുത്. ഏത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളെയാണ് വിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്ര ഗൗരവമായ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള പരാതി വന്നിരിക്കുന്നു. ഇത് മാത്രമല്ലല്ലോ, കൊലപാതകം ഇതിലുണ്ടല്ലോ. ഭ്രൂണഹത്യ എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് നിർബന്ധ അബോർഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈവായി വീഡിയോ ക്യാമറയിലൂടെ തന്നെ മരുന്ന് കഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാം യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ട് ചർച്ചയിലൊക്കെ. എന്താ, നമ്മൾ കൂടെയുള്ള പ്രവർത്തകർക്കും വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. മതിൽ വെള്ളയടിക്കാൻ, മതിൽ എഴുതാൻ, പോസ്റ്റർ എഴുതാൻ, അതുപോലെ ക്യാമ്പയിൻ നടത്താൻ, പ്രസംഗിക്കാൻ എന്ന രൂപത്തിൽ കൂടെയുള്ള സഖാക്കൾക്ക് കൃത്യമായിട്ടുള്ള സംഘടനാ ചുമതല കൊടുക്കും. ഇവിടെ എന്താ ഈ രാഹുൽ മാങ്കൂട്ടിൽ ചുമതല കൊടുക്കുന്നത്? ചിലർക്കും ചില മരുന്നുകൾ വായിക്കാൻ, അതുപോലെ ചില അബോർഷൻ നടത്തിക്കാൻ, അതുപോലെ ചില ആളുകൾ റിസോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, ചില ആളുകൾ കാവൽ നിൽക്കാൻ, മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്താൻ, അത്തരത്തിൽ ചുമതലകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് അതമ്പതിച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിരീക്ഷകൻ വന്ന് ഈ ചർച്ചയിലും CPM-നെ ആക്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇത്തരത്തിൽ ഏതെങ്കിലും പരാതി CPM-ൽ ഉയർന്നു വന്നപ്പോഴെല്ലാം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വർഷങ്ങൾ പുറത്തു നിന്നതിന് ശേഷം ചിലപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരു പരാതി കിട്ടുമ്പോൾ നിങ്ങൾ ഏതു പേര് മുന്നോട്ട് വച്ചാലും അവർക്കെതിരെയെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് അടക്കമുള്ള ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംഘടനയിൽ ഒരു നടപടി എന്ന് പറഞ്ഞാൽ അത് ആജീവനാന്ത നടപടിയല്ല, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തിരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തെറ്റ് തിരുത്തി വന്നപ്പോൾ പല രൂപത്തിൽ അവർ സംഘടനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകാം, പല ഘടകങ്ങളിൽ തിരിച്ചു വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന പരാതി കൈകാര്യം ചെയ്യുന്ന രീതിയല്ല CPM-ന് കിട്ടുന്ന പരാതി കൈകാര്യം ചെയ്യുന്നത്. KC വേണുഗോപാലിന്റെ ഭാര്യ തന്നെയല്ലേ പറഞ്ഞു? ഒറ്റ മിനിറ്റ്, എന്താ പറഞ്ഞേ? കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലെ സ്ത്രീകളും അതുപോലെ അമ്മമാരും സഹോദരിമാരും എല്ലാം ഭയത്തിലാണ്. 3 മണിക്കൂറിനുള്ളിൽ ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നില്ലേ അവർക്ക്? അതുപോലെ ഉമാ തോമസും അതുപോലെ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അടക്കം കോൺഗ്രസിന്റെ തലമുതിർന്ന വനിതാ നേതാക്കന്മാർക്കെല്ലാം ഭയപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടില്ലേ? എന്താണ് അതിന് കാരണം? അതിനുണ്ടായിട്ടുള്ള കാരണമെല്ലാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ വെട്ടുകിളികളെ വച്ചുള്ള ആക്രമണ പരമ്പര തന്നെയാണ്. ആ പരമ്പരയും തുടരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാൻ ഭയപ്പെട്ടതെന്ന് ഈ പെൺകുട്ടി ഈ പരാതിയിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഏറ്റവും ഗൗരവമുള്ള സാഹചര്യം ഈ പരാതിയുടെ ഉള്ളടക്കമായിട്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ഞങ്ങളെ ആക്രമിച്ചിട്ട് കാര്യമില്ല. ഇതുവരെ കിട്ടിയ ധാരാളം പരാതികൾ എന്തുകൊണ്ട് പോലീസിന് കൈമാറിയില്ല? അതിന് ശ്രീകുമാർ ഡയറക്റ്റ് ആയിട്ട് ഒരു മറുപടി അങ്ങ് പറഞ്ഞാട്ടെ, നമുക്ക് പിന്നെ ചർച്ച തുടരാം. ശരി, അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം.